ഹായ്, അപ്പോൾ നമുക്കിന്ന് കിട്ടിയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതൊരു 12x12 ഡയമെൻഷനിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈനിൻ്റെ അത് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുള്ള പേപ്പറാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ 2 മണിക്കൂറാണ് മുക്കി വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ പേപ്പേഴ്സും എടുക്കാം. ടിഷ്യൂ പേപ്പർ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ യൂസ്ഡ് പേപ്പറാണ് എടുത്തത്. അതുകൊണ്ടാണ് ആ മഷിയുടെ ഒരു നീല കളർ വന്നേക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള പേപ്പർ വേണമെങ്കിലും എടുക്കാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഗ്രേഡിയൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ റെഡാണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ബേസ് നമ്മൾ റെഡായിട്ട് വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ബ്ലാക്കാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് മിക്സ് ചെയ്തേക്കുന്നത്. അതൊരു റെഡ് ഷെയ്ഡ് വരുവാകുമ്പോൾ മാറ്റത്തിലേക്ക് ഒരെണ്ണം നമ്മൾ റെഡായിട്ട് തന്നെ ലീവ് ചെയ്യാണ്. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മളൊരു വെള്ളയാണ് മിക്സ് ചെയ്യുന്നത്. അതിൻ്റെ നമുക്കൊരു റോസ് ഗ്രേഡിയൻ്റ് ഉണ്ട്. അപ്പോൾ അവസാനം ഇങ്ങനെയായിരിക്കും ആ ഒരു ടെക്സ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ ഇൻസ്റ്റൻറ്റ് ബോക്സിൽ ഒരാവശ്യമില്ലാന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ഡിവൈഡർ എടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസിൽ നമ്മൾ പശ തേച്ച് ഇത് നമ്മൾ അങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ആദ്യം നമ്മളിവിടെ ഡാർക്കർ ഷെയ്ഡാണ് അപ്ലൈ ചെയ്തത്. നമുക്ക് പശ തേച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പല ഗ്രേഡിയൻ്റ് ആയിട്ട് ചെയ്യാം. അത് നമ്മൾ ഡാർക്കർ, പിന്നെ പിങ്ക് എടുത്തു, പിന്നെ നമ്മൾ റെഡാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ തന്നെ എല്ലാം ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ കിട്ടിയിരുന്ന ഫൈനൽ ലുക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ ബൈ.